നമുക്ക് ഇതിൽ ജോയിൻ ചെയ്ത വെറും ഒരു $50, അതായത് ഒരു 4500 രൂപ ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഈ അപെക്സ് ടോക്കന്റെ തന്നെ സ്വന്തമായിട്ട് ഒരു എക്സ്ചേഞ്ച് കമ്പനിയും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒന്നാണ്. കാരണം ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ 10ഓളം എക്സ്ചേഞ്ചുകളിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ. Alright everyone, get ready for Apex Token. What is this? This is a multi-network. And this is the website Apex Token, multi-network utility token. We can see all the logos. നമ്മൾ ടോക്കൺ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേൺസും കിട്ടുന്നുണ്ട്. രണ്ട് ബെനിഫിറ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊമോട്ടറും നമുക്കൊപ്പം ഉണ്ട്. അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ നവംബർ മാസം തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഇന്ന് വളരെ നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അതിൻ്റെ പ്രൊമോട്ടർ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് എന്താണ് പ്രൊജക്റ്റ് എന്നും അതിൽ നിന്ന് ഞാനടക്കമുള്ള ആളുകൾ, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊജക്റ്റ് വഴി വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 മാസത്തിലധികമായി ഞാൻ തന്നെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതുവരെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അതും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം നിങ്ങളെന്ന് പരിചയപ്പെട്ടു. എൻ്റെ പേര് സലിൻ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം തുടക്കകാലം മുതലേ ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്, അതും അൻസിക്കയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ പ്രൊജക്റ്റിന്റെ പേരെന്ന് പറയാം. ഇതിന്റെ പ്രൊജക്റ്റിന്റെ പേര് വന്നിട്ട് ആപെക്സ് ടോക്കൺ എന്നാണ്. ആക്ച്വലി സെലിൻ എത്ര നാളായി ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ? ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം ആയി ക്രിപ്റ്റോ ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ ക്രിപ്റ്റോയെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം, പഠിച്ചു വരുന്നു. ഒന്നിൽ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. ക്രിപ്റ്റോയും ട്രേഡിങ്ങും ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ വളരും തോറും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും നമ്മളൊരു കുഞ്ഞിനെ പോലെ നിന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അപെക്സ് ടോക്കണിലേക്ക് വരാം അല്ലേ? കാരണം നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. നമ്മളെല്ലാവരും പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നതും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ ഈ അപെക്സ് ടോക്കൺ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക വഴി നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടെയാണ് അപെക്സ് ടോക്കൺ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപെക്സ് ടോക്കണിന്റെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് പ്രൊജക്റ്റ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും. നമ്മൾ ഏതൊരു സാധാരണക്കാർക്കും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ഒരു ലേഡി എന്ന നിലയ്ക്ക് നമുക്ക് ആരുടെയും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ലേഡീസ്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്ത വെറും ഒരു $50, അതായത് ഒരു 4500 രൂപ ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ആണ് അല്ലേ? അല്ലാതെ ഒരു ഹ്യൂജ് ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ടല്ല. അങ്ങനെയെങ്കിൽ ഇവര് വലിയ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയും. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് $50 വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇത് നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വലിയ എമൗണ്ട് വെച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന്റെ കാര്യം ഒന്ന് പറയാമോ? ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 1 to 3% ആണ് പറയുന്നത്. അതിൽ കൂടുതൽ കിട്ടുന്നവരും ഉണ്ട്. എന്ത് തന്നെ കിട്ടിയാലും നമുക്ക് തന്നെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് 1% ഇതുവരെയും കുറവ് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ 1% to 3% വരെ നമുക്ക്
നമുക്ക് റിട്ടേൺസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ട്രസ്റ്റ് വാലറ്റിലുണ്ടോ? ഇപ്പോൾ റീസെന്റ് ആയിട്ട് ട്രസ്റ്റ് വാലറ്റിലൊക്കെ ഇവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ തന്നെ ഇതിൽ വന്നതെന്ന് പറഞ്ഞാൽ അത്രയും ജെന്യൂനിറ്റി തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇതിൽ വന്നത്. നമ്മളിപ്പം സ്കാമേഴ്സ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ലേഡീസിനെ തന്നെ നമുക്ക് എടുത്ത് ചാടണോ എന്ന് നമുക്ക് തോന്നിപ്പോ. ഞാനും അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ തന്നെയും ഞാൻ അത്രയും പഠിച്ചിട്ട് ജെന്യൂൻ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, റൈറ്റ്, ഗുഡ്. അപ്പോൾ ഇനി ഇതിന്റെ പുതിയതായിട്ട് വരുന്ന ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പിന്നെ എന്തൊക്കെയെന്ന് പറയാമോ? ഇതിപ്പോ പല ആളുകളും ചോദിക്കാറുണ്ട്, ഇവരുടെ ടോക്കൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടോ, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. നിലവിൽ അസ്ബിറ്റ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ബിറ്റ്മാർട്ട്, അതുപോലെ എൽ ബാങ്കിലോ, അത് അങ്ങനത്തെ ഒരു 10ഓളം എക്സ്ചേഞ്ചിൽ വരുന്നൊക്കെ പറയുന്നുണ്ട് കമ്പനി, അല്ലേ? അത് ഏകദേശം അടുത്ത് തന്നെ എത്തേണ്ടതാണ്. പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോഗോ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ റേറ്റും കൂടി കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. കാരണം സ്വന്തമായി, പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഈ അപെക്സ് ടോക്കന്റെ തന്നെ സ്വന്തമായിട്ട് ഒരു എക്സ്ചേഞ്ച് കമ്പനിയും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒന്നാണ്. കാരണം ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ 10ഓളം എക്സ്ചേഞ്ചുകളിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഓൾറെഡി നമ്മുടെ ടോക്കൺ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിനെ കുറിച്ച്, നമ്മളെ സ്വന്തം അപെക്സ് ടോക്കന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്യാന്നുള്ള, അതിൽ തന്നെ ട്രേഡ് ചെയ്യാം, നമുക്ക് കോയിന് മേടിക്കാം, സെല്ല് ചെയ്യാം. അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് തന്നെയാണ്. അതായത് നമ്മുടെ ബിനാൻസ് പോലത്തെ ഒരു എക്സ്ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഗുഡ്. എന്തായാലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപെക്സ് ടോക്കൺ സ്റ്റാർട്ടിങ്ങിൽ 10 സെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് 40 സംതിങ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അത് നിൽക്കുന്നത് 36 അങ്ങാണ്ടോ ആണ്, അല്ലേ? അപ്പോ പിന്നെ ആളുകളെ സംബന്ധിച്ച്, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നെ സംബന്ധിച്ച് തന്നെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 1200 USDT അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അവിടെയും എൻ്റെ ക്യാപിറ്റൽ പോലും ഇപ്പോൾ പിന്നെ ഒരു 40%ഓളം എനിക്കതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ വന്നിട്ടുള്ള ഒരു 7 മാസത്തോളം ആയപ്പോഴേക്കും പിന്നെ എൻ്റെ ക്യാപിറ്റൽ സേഫായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിനു പുറമെ എൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ആയും ചെയ്തു. അതായത് 10 സെന്റിൽ നിന്ന് 40 സെന്റോളം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 40% അവിടെ ക്യാപിറ്റൽ തന്നെ ഇൻക്രീസ് വന്നു. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അതായത് നമ്മളിപ്പോൾ പിന്നെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി എന്താണ് സെലിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്? 4 വർഷം ക്രിപ്റ്റോ ഫീൽഡിൽ എന്ന് പറയുന്നത് ഒരു ലേഡിയെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. പിന്നെ ഒരുപാട് ക്രിപ്റ്റോ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ളത്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം ചില സാലറീഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവർ പറയാറുണ്ട് നമ്മുടെ സാലറി ഒന്നും തികയുന്നില്ല, അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലേഡി എന്ന നിലയിൽ ഞാൻ പറയാം. ഇപ്പോൾ കൂടുതലും ലേഡീസ് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന കുറച്ച് വ്യക്തികളായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും പഴയതുപോലെ അല്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയും ഞാൻ 1 രൂപ വേണമെങ്കിൽ നമ്മൾ പാരൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മുടേതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്ന നിലയിൽ നമ്മൾ എന്തുകൊണ്ടും ട്രേഡിംഗ് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ഈ അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ട്രേഡിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റുമോ? എഡ്യൂക്കേഷൻ വേണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ചില ആളുകൾ, നിങ്ങളൊക്കെ പിന്നെ MBA ഒക്കെ കഴിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണോ? സെലിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം അങ്ങനെയല്ല. ഓക്കെ. ഞാൻ സാധാരണയിൽ സാധാരണക്കാരിയാണ് ഞാനും. അപ്പൊ എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. അപ്പൊ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ പ്രശ്നമേ അല്ല. ചില ആളുകൾ ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു
എനിക്ക് ആളറിയില്ല, എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ട്രേഡിംഗ് പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. തീർച്ചയായും. അപ്പോൾ ഇതിന് ലാംഗ്വേജിന്റെ ഒരു ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് മൊബൈലിൽ ഇപ്പം എല്ലാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, അപ്പൊ അതറിയാമെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്കും പറ്റും. ഓക്കെ, ഗുഡ്. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു $50 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ തുല്യമായ ടോക്കണും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നാളെയോ എന്നാണ് നമുക്ക് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. എന്നാണോ റേറ്റ് കൂടുന്നത് അത് നമുക്ക് ഈ ടോക്കൺ നമുക്ക് സെല്ലുകയും ചെയ്യാം. അത് ഇത് നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടോക്കൺ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഡെയിലി നമുക്ക് ROE കിട്ടുന്നുണ്ട്. 1% to 3% വരെ നമുക്ക് ROE കിട്ടുന്നുണ്ട്. അപ്പോൾ സലീം പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ഒരു ടോക്കൺ നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഈ അപ്പെക്സ് ടോക്കണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് തുല്യമായിട്ടുള്ള ടോക്കൺ കിട്ടും. അതിപ്പോൾ നാളെ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ വാങ്ങിയിരുന്നത് 10 സെന്റിനാണ്. അത് ഇന്നത്തെ റേറ്റ് 36 ആണ്, 36 സെന്റ് ആണ്. അത് 48 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് പോയി വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിട്ടേൺ കിട്ടും. അത് മാത്രമല്ല, ഇത് സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡെയിലി ROE ആയിട്ട് 1 to 3% കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അത് നമ്മള് ടോക്കൺ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേൺസും കിട്ടുന്നുണ്ട്. രണ്ട് ബെനിഫിറ്റ് ആണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജ് പോലും പഠിക്കാൻ പറ്റാത്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും ഇത് തീർച്ചയായും ചെയ്യാൻ പറ്റും. കാരണം ട്രേഡിംഗ് പഠിക്കണമെന്നോ റിസ്ക് എടുക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് തന്നെയാണ് നമുക്കുള്ളത്. അതായത് ഇത് ട്രേഡിംഗിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഫണ്ട് റോളിംഗ് ഒന്നുമല്ല. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്തായാലും പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും. ഇതിൽ ചില ആളുകൾക്കൊക്കെ ട്രേഡിംഗ് അറിയാവുന്നവരെ സംബന്ധിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി അറിയാത്ത ആളുകൾ എന്താണ് USDT എന്നോ അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ എന്നോ അറിയാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അത്തരക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ ഉണ്ടോ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ തന്നെ അൻസ്ക തന്നെ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആളുകൾ വരട്ടെ. എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സെലീന അടക്കമുള്ള ടീം കൊടുക്കുന്നതായിരിക്കും. കാരണം പിന്നെ നമുക്ക് അറിയാം, നമ്മളൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നല്ലതായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ അവരെ കൈപ്പിടിച്ച് ഉയർത്തേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിവേ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കഴിഞ്ഞ 7 മാസമായി നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ ക്യാപിറ്റൽ അതിനപ്പുറമോ ഞാൻ ഏൺ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് സധൈര്യം ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെലീൻ, ഒരുപാട് താങ്ക്സ്. താങ്ക് യു.